ടോക്സിക് പക്ക ടോർച്ചറിങ് മൂവി. ഡയറക്ടർ ബൈ ഗീതു മോഹൻദാസ്. കഥ ഗീതു മോഹൻദാസാണ്. ഇതിൻ്റെ ഡയറക്ടറും ഗീതു മോഹൻദാസ് തന്നെ. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ വെങ്കിട് നാരായണ എന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോ പ്രൊഡ്യൂസർ യശാണ്. പക്ഷെ ഇതെങ്ങനെയാണ് യശ് ഇത് പ്രൊഡ്യൂസർ ഏറ്റെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇത്രയും ഗീതു മോഹൻദാസിനൊക്കെ കണ്ടിട്ട് ഇങ്ങനൊരു പടത്തിൽ തല വെച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രവി ബാസൂറാന്ന് തോന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ആൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കും ഇപ്പോൾ സിനിമ എത്ര മോശമാണെങ്കിലും ആളെ മ്യൂസിക് അവിടെ എടുത്ത് കാണിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അതുമില്ല. ടോട്ടലി ഒന്നും മികച്ചില്ലാത്തൊരു മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഗീതു മോഹൻദാസിനൊന്നും പറ്റില്ലത്. ഇത് ഈ ഗീതു മോഹൻദാസ് ഒക്കെ പറഞ്ഞ ഒരു അവാർഡ് മൂവിയൊക്കെ എടുക്കാൻ ഓക്കെയാണ് ആൾ. ബിഗ് ബഡ്ജറ്റ് മാസ് മൂവി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ പാൻ ഇന്ത്യൻ മൂവിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കലി നന്നായിട്ട് കാര്യമില്ല. ടെക്നിക്കലി എല്ലാ നല്ല ആൾക്കാരുണ്ട്. ഡയറക്ഷനെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പടം മൊത്തത്തിൽ പോയല്ലോ. ശരിക്ക് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു ഫിലിമായിരുന്നു, ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തൊരു ഫിലിം. ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ്. ഇതിൽ ടെക്നിക്കൽ സൈഡ് ഓക്കെയാണ്, പക്ഷേ അതിന് ഡയറക്ഷൻ നല്ല രീതിയിൽ വർക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഈ മൂവി ഇത്രയും ഒരു പരാജയം മാറിയത്. ഇത് ഒരു 1 വീക്ക് തികച്ചോടുന്ന സംശയമാണ്. ഞാനിതിൻ്റെ മലയാളം വേർഷനാണ് കണ്ടത്. ഇതിൻ്റെ ഡബ്ബിങ്ങും ഇവർ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. വളരെ ഒരു ലോ ലെവൽ ഓഫ് ഉള്ള ഒരു ഡബ്ബിങ്ങാണ് ഇവർ മലയാളത്തിൻ്റെ ടീമിന് കൊടുക്കുന്നത്. നമ്മൾ ഈ ബാഹുബലി, അതേപോലെ സലാർ, KGF ഒക്കെ നമുക്ക് തോന്നുന്നില്ല ഇതൊരു തെലുങ്ക് പടമാണെന്നുള്ളത്. അപ്പോൾ ഇതിലവർ തീരെ ശ്രദ്ധിക്കാത്ത പോലെ തോന്നി കണ്ടപ്പോൾ. മലയാളം ഡബ്ബിങ് വളരെ മോശമായിരുന്നു, വളരെ മോശം ഡബ്ബിങ്. അതുപോലെ നല്ലൊരു ഡയറക്ഷൻ ഇല്ലാത്തതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം ഇതിൽ നന്നായിട്ട് കാണുന്നുണ്ട്. വേറെ വല്ല മലയാള സിനിമ കാണാൻ നല്ലത്. ഇതെന്തായാലും നമുക്ക് ദഹിക്കില്ല. ഫസ്റ്റ് ഹാഫ് സഹിച്ച് കണ്ടിരിക്കുക, പക്ഷേ സെക്കൻഡ് ഹാഫ് തീരെ പറ്റില്ല. അത്രയ്ക്ക് ഇതായിട്ടാണ് എഴഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്ര രീതിയിലുള്ള ഒരു സിനിമ കണ്ടു തീർക്കാറുണ്ട് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിലാണ്. ഈ ഓണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക്കായി. സെക്കൻഡ് ഹാഫ് പക്ക സീരിയൽ ക്വാളിറ്റി മേക്കിംഗ് ആണ് കേട്ടോ. തീരെ കണ്ടിരിക്കാൻ പറ്റില്ല. യേശന് ഇവർ ജോക്കർ റെഫറൻസൊക്കെ കൊടുത്തിട്ട് ഒരു ഹോളിവുഡ് ഒരു ഇമേജ് കൊടുക്കാൻ നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. ഇതിൽ ക്ലൈമാക്സിൽ യേശ് മറ്റേ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും ഭയങ്കര കോമാളിയായ പോലെ. ഇവർ ഭയങ്കര എന്തോ നമ്മളെ ഞെട്ടിപ്പിക്കാനുള്ള പരിപാടി ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ഏറ്റില്ല. പിന്നെ കുറേ ഇംഗ്ലീഷുകാരെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് മൂവി പിടിക്കാന്നുള്ള രീതിയിലാണ് അവർ എടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു വിഷ്വലി നമുക്കങ്ങനെ തോന്നുമെങ്കിലും ഇതിൻ്റെ ടെക്നിക്കലുള്ള സൈഡൊക്കെ കുറച്ചുകൂടി നന്ന കാരണം വിഷ്വലി അങ്ങനെ തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് കറക്റ്റ് രീതിയിൽ കറക്റ്റ് അതിൻ്റെ പണി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നും. വിഷ്വലി നന്നായിട്ട് കാര്യമില്ല. അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ശരിയായില്ല. പിന്നെ പടം കാണുമ്പോൾ നമുക്കൊരു അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു സിനിമയായിട്ട് കാണാൻ പറ്റാത്ത ഒരു സീരിയൽ ലെവൽ ഓഫ് മേക്കിംഗ് ആയിരുന്നു വിഷ്വലി നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു സിനിമ കാണുന്നതും ഒരു സീരിയൽ കാണുന്നതും രണ്ടും ഒരു വ്യത്യസ്തത ഉണ്ട്. അതായത് ആ ഒരു മേക്കിങ്ങിലാണ് അതിൻ്റെ ഇത് നമുക്കറിയുന്നത്. അപ്പോൾ അതേപോലെ ഉണ്ടായിരിക്കും ഈ സിനിമ കാണുമ്പോൾ. ഒരു ടെക്നിക്കലി നല്ല ആൾക്കാരും അതുപോലെ തന്നെ നല്ല ഒരു ഇംഗ്ലീഷ് മൂവിക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ആക്ടേഴ്സായാലും നല്ല ആൾക്കാരെ കൊണ്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ലീഡിങ് ക്യാരക്ടറുള്ള ആക്ട്രസ്സായ നയൻതാര എന്നൊക്കെ കൊടുത്തിട്ട് ശരിക്ക് ഒരു വെറുതെ കൊടുന്ന് അഭിനയിപ്പിച്ച പോലത്തെ ഒരു തോന്നി. ഒന്നുമില്ല. യഷിൻ്റെ ഒക്കെ ശരിക്ക് ഇനി അടുത്ത അത്രയും റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടനെ ഒരു പടം കൊണ്ടിട്ട് ഇത്രയും ഒരു വളരെ മോശം ഒരു പടത്തിൽ കൊണ്ടുപോയിട്ട് ആളുടെ ഒരു വാല്യൂ ശരിക്ക് എടുത്ത് കളഞ്ഞ പോലെ തോന്നി. സിനിമാട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത് രാജീവ് രവിയാണ്, ഗീതു മോഹൻദാസിൻ്റെ ഹസ്ബൻഡാണ്. വിഷ്വലി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ വിഷ്വലി നന്നായിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് നല്ല ഒരു ഹോളിവുഡ് ലെവൽ ഓഫ് വിഷ്വൽ ഉണ്ടായിട്ട് കാര്യമില്ല. അത് എടുത്തിരിക്കുന്ന രീതി ശരിയായില്ല എന്നു വെച്ചെങ്കിൽ ആ പടം നമുക്ക് നല്ലൊരു ആസ്വാദനം തരില്ല. ഇമ്പാക്റ്റില്ലാത്ത ആക്ഷനും ഫോഴ്സ്ഫുള്ളായിട്ടുള്ള അഡൽട്ട് കണ്ടൻറ്റും, അതാണ് ടോക്സിക്. 3.5 മണിക്കൂർ ഫുള്ളായിട്ട് വയലൻസ് ആയിട്ടുള്ളൊരു മൂവി. തീരെ കണക്റ്റ് ആവാത്ത, നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവാത്ത, ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത
ഒരു കുറേ ആക്ഷനൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത, നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവാത്ത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കൊരിക്കലും ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു മൂവിയാണിത്. ഒട്ടും തന്നെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റാത്തൊരു മൂവി. ഇനി എന്തായാലും ഇത് ഒരു ഹോളിവുഡിലേക്കൊക്കെ വേണ്ടി ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ പടം എടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഹോളിവുഡ് ആക്ടേഴ്സാണ്. അപ്പോൾ ഇതാരിൽ ഒരു എൻട്രിയും കൂടിയാണ്, അതൊരു ട്രൈയും കൂടിയാണ് ഇത്. അപ്പോൾ പക്ഷെ അത് എന്തായാലും ഇതധികം ദിവസം തിയേറ്ററിൽ ഉണ്ടാകുമെന്ന് സംശയമാണ്. ഇതൊരു ഗാങ്സ്റ്റർ മൂവി, ഒരു ഗാങ്സ്റ്റർ ജീവിതത്തിലുണ്ടാവുന്ന കഥ. അതായത് ഒരു ഗാങ്സ്റ്ററിന് ഒരു ഫാമിലി ഉണ്ടാകുമ്പോൾ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ മൂവിയിൽ എടുത്തിട്ടുള്ളത്. നോർമലി നമ്മൾ കണ്ടുവരുന്ന ഗാങ്സ്റ്റർ മൂവിയിലുള്ളത് പോലെ തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയാവുന്ന രീതിയിലൊന്നുമില്ല. പക്ഷെ ഒരു പുതുമയില്ലാത്തൊരു സ്റ്റോറി, അതേപോലെ നല്ല രീതിയിൽ ഡയറക്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം.